എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വിവാദങ്ങളാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിലൊന്ന്, അവിടെ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു എന്നതിൻ്റെ പേരിൽ ആദ്യം ശ്രീ PM മുഹമ്മദ് റിയാസും പിന്നീട് CPM മൊത്തത്തിലും അതിനെ ഒരു വിവാദമായി ഏറ്റെടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ കേട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രീ വി ഡി സതീശൻ തൻ്റെ പേരിൻ്റെ പൂർണ്ണ രൂപം പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഹിന്ദു കാസ്റ്റ് നെയിം പറഞ്ഞു എന്നുള്ളതാണ് ഇതിലുള്ള വിവാദം. ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ്. ഈ പല വിവാദങ്ങളും കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരെ തന്നെയാണ് അത് ഉണ്ടാക്കി വിടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലും ഞാൻ പറഞ്ഞിരുന്നു, ശ്രീ വി ഡി സതീശൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടാൻ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നാവില്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടറിയാം. പ്രത്യേകിച്ച് ശ്രീ സതീശൻ സത്യവാചകം ചൊല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹിന്ദു ജാതി പേര് പറഞ്ഞു എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിവാദവും കൊഴുക്കുന്നത് സത്യത്തിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ്. എന്താണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത്? അത് ജാതി പേര് പറച്ചിലായിരുന്നോ അതോ മറ്റെന്തെങ്കിലും അർത്ഥത്തിലാണോ അതിനെ കാണേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ഇതിലാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീ വി ഡി സതീശന് തൻ്റെ പേര് വി ഡി സതീശൻ എന്ന് വായിക്കണോ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് വായിക്കണോ എന്നുള്ളത് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തെല്ലാം വി ഡി സതീശൻ എന്ന് ഇനീഷ്യൽ അടക്കമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് VD എന്നതിൻ്റെ പൂർണ്ണ രൂപം അദ്ദേഹം പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. നേരത്തെ ഇനീഷ്യലുകളാണ് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് പിന്നീട് എല്ലാ കാലവും അദ്ദേഹം അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് യുക്തിസഹമല്ല, യുക്തിരാഹിത്യമാണ് കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഈ വിമർശകർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശ്രീ വി ഡി സതീശൻ്റെ പൂർണ്ണമായ പേര് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് തന്നെയാണ്. ദാമോദര മേനോൻ എന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധ്യമല്ല. അതിൽ പൂർണ്ണമായി അഭിമാനം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാണ് ശ്രീ സതീശൻ എന്ന് നമുക്കറിയുകയും ചെയ്യാം. തന്നെയുമല്ല, ഈ വിവാദം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ശ്രീ സതീശൻ തന്നെ വ്യക്തമാക്കിയതുപോലെ അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിനെ സ്മരിക്കണം എന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് പറയണം എന്നുകൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ പേരിൽ മാതാവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് മാതാവിനെ മനസ്സിൽ സ്മരിക്കുകയും പിതാവിൻ്റെ പേര് തൻ്റെ ഇനീഷ്യൽസിൻ്റെ എക്സ്പാൻഷനിൽ കൂടി അവിടെ ഉച്ചരിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ദാമോദര മേനോൻ ആണ് എന്നതുകൊണ്ട് തന്നെ അതിനെ ദാമോദരൻ എന്ന് അദ്ദേഹത്തിന് പരിഷ്കരിക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഇടുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പിതാവിനോ അതിൽ യാതൊരു വിധത്തിലുള്ള കൺട്രോളുമില്ല എന്നുള്ള സാമാന്യമായിട്ടുള്ള ഒരു ലോജിക് എങ്കിലും ഈ വിമർശിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഇനി അത് ഏതെങ്കിലും തരത്തിൽ ഒരു ജാതിയുടെ പ്രകടനമായിരുന്നോ എന്ന് ചോദിച്ചാൽ തികച്ചും അല്ല എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ ഹിന്ദു മതവിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പേരുകൾ ഉണ്ടാവുക, അതിൽ ജാതിപ്പേര് കുടുംബപ്പേരായിട്ടൊക്കെ തന്നെ ചേർക്കുക, ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരാളിൻ്റെ പേരിനോടൊപ്പം അയാളുടെ ജാതിപ്പേരുണ്ട് അല്ലെങ്കിൽ അതിലെ സബ്കാസ്റ്റ് നെയിം ഉണ്ട് എന്ന് കരുതി അവരെല്ലാം ജാതിവാദികളാണ് എന്നുള്ള ഒരു അർത്ഥമേ ഇല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ നമ്പൂതിരിപ്പാട് എന്നുള്ളത് മാറ്റിയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. EK നായനാർ എന്തുകൊണ്ട് ഈ നായനാർ എന്നുള്ള പേര് മാറ്റിയില്ല എന്നൊരു ചോദ്യമുണ്ട്. PK വാസുദേവൻ നായർ എന്തുകൊണ്ട് നായർ എന്നുള്ള പേര് മാറ്റിയില്ല എന്നുള്ളതുണ്ട്. കൃഷ്ണപിള്ള എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സഖാവ് പിള്ള എന്നുള്ള പേര് മാറ്റിയില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനർത്ഥം അവരേതെങ്കിലും തരത്തിൽ സബ് കോൺഷ്യസ് ആയിട്ടോ അല്ലാതെയോ ജാതിവാദികളാണ് എന്നല്ല. അതിനെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് കൊണ്ടുവന്ന് ഇവരെല്ലാം ജാതിവാദികളാണ് എന്ന രീതിയിലത്തേക്ക് വാദിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ജാതിബോധത്തിനെയാണ് കാണിക്കുന്നത്. ഇനിയൊന്ന്, അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ പല ആൾക്കാരും പറഞ്ഞിരുന്ന ചില കാര്യങ്ങളാണ്. അതിലൊന്ന് കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചകളിൽ വരുന്ന ശ്രീ ജിൻഡോ ജോണാണ്. മറ്റൊന്ന് ചാനൽ ചർച്ചകളിൽ അടുത്ത കാലത്തായി വരുന്ന ശ്രീ അനൂപ് VR ആണ്. ഈ രണ്ടാൾക്കാരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ ഈ പേര് പരാമർശവുമായി ബന്ധപ്പെട്ടാണ് അവരവരുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തിയത്. അതിൽ തന്നെ ഏറ്റവും അപഹാസ്യമായി തോന്നിയത് ശ്രീ ജിൻഡോ ജോണിൻ്റെ കമൻറ്റാണ്. അനാവശ്യമായിട്ട് എന്തിനാണ് അദ്ദേഹം വള്ളി പിടിക്കാനായിട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസിൻ്റെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ളയാളാണ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹത്തിന് അനാവശ്യമായി ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഏൽക്കേണ്ടുന്ന കാര്യമില്ല. അതിനെ തിരികൊളുത്തേണ്ടുന്ന കാര്യം ശ്രീ ജിൻഡോ ജോണിന് തീരെയുമില്ല എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. തൻ്റെ പേര് ജിൻഡോ ജോൺ എന്നാണ്, അല്ലാതെ തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല
എന്നൊക്കെയാണ് ശ്രീ ജിൻഡോ ജോൺ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. വളരെ വികലമായിട്ടുള്ള ഒരു താരതമ്യമാണ് ഇത് എന്ന് ആദ്യം തന്നെ പറയട്ടെ. കാരണം ദാമോദര മേനോൻ എന്നതാണ് ശ്രീ സതീശൻ്റെ പിതാവിൻ്റെ പേര്. ശ്രീ ജിൻഡോ ജോണിൻ്റെ പിതാവിൻ്റെ പേര് ഒരിക്കലും ജോൺ റോമൻ കാത്തലിക് എന്നല്ല എന്ന് നമുക്കറിയാം. താനിങ്ങനെ റോമൻ കാത്തലിക് വിഭാഗമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ അദ്ദേഹം ഉൾപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. തന്നെയുമല്ല, പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് റോമൻ കാത്തലിക് വിഭാഗമായിട്ടുള്ള തന്നെ റോമൻ കാത്തലിക് സഭകളൊക്കെ തന്നെ പരിഗണിക്കട്ടെ എന്ന രീതിയിലത്തേക്ക് അതിലൊരു ധ്വനിയുണ്ട് എന്ന മട്ടിലുള്ള വിമർശനം പോലും അദ്ദേഹം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. തൻ്റെ മുഖ്യമന്ത്രിയെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ താൻ തന്നെ എതിർക്കാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു കാര്യം അങ്ങേയറ്റത്തെ വങ്കത്തരമാണ് എന്ന് ശ്രീ ജിൻഡോ ജോണെങ്കിലും തിരിച്ചറിയുന്നത് നന്നായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 3 നേതാക്കളും അവരുടെ ക്യാമ്പുകളും ഉണ്ടായിരുന്നു. ഈ ക്യാമ്പുകളിൽ ശ്രീ ജിൻഡോ ജോൺ എല്ലായ്പ്പോഴും അഭിപ്രായം പറഞ്ഞിരുന്നത് ശ്രീ സതീശന് ഫേവറബിളായിട്ടായിരുന്നില്ല എന്നതിനെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഈ ഭരണത്തിലുള്ള എന്തിനേയും ഏതിനേയും മറ്റൊരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ വിമർശിക്കാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അതുകൊണ്ട് അവർ തന്നെ ആയിരിക്കും ഇനിയുള്ള 5 വർഷത്തെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന രീതിയിലത്തേക്കുള്ള ഒരു വിമർശനത്തിനും നറേറ്റീവിനും വഴിയൊരുക്കുകയാണ് ഇവിടെ സത്യത്തിൽ ശ്രീ ജിൻഡോ ചെയ്തത്. എന്തായാലും അതിനുശേഷമുള്ള മണിക്കൂറുകളിൽ അദ്ദേഹം ശ്രീ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളെല്ലാം വാനോളം പുകഴ്ത്തി തുടർച്ചയായിട്ട് പോസ്റ്റ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതിനോടകം തന്നെ ഒരു തിരിച്ചറിവുണ്ട്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അദ്ദേഹത്തിനോട് അത് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞു എന്നത് മാത്രം അവിടെ നോക്കിയാൽ മതി. അതല്ലാതെ അതിലേതെങ്കിലും ഒരു ജാതിവാദത്തിനോ അല്ലെങ്കിൽ ഒരു അരിസ്റ്റോക്രസിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമോ ഒക്കെ തന്നെ അദ്ദേഹം നടത്തി എന്നൊക്കെ പറയുന്നതൊക്കെ അസ്ഥാനത്തുള്ള കാര്യങ്ങളാണ്. വളരെ മെറിറ്റുള്ള വിഷയങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിനെ വിമർശിക്കാം, അദ്ദേഹത്തിനെ ആക്ഷേപങ്ങൾ അറിയിക്കാം, അതൊക്കെ തന്നെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ എല്ലാ വിഷയങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ പോകുന്നത് ശരിയായിട്ടുള്ള ഒരു സന്ദേശമേ അല്ല. ഇവിടെ എനിക്ക് ശ്രീ ജിൻഡോ ജോൺ അടക്കമുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ശ്രീ വി ഡി സതീശൻ്റെ പാസ്പോർട്ടിലെ പേരെന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിലെന്തായാലും അത് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് തന്നെയായിരിക്കും. കാരണം പാസ്പോർട്ടിൽ വി ഡി എന്നിങ്ങനെയുള്ള ഇനീഷ്യലുകൾ ഇപ്പോൾ അനുവദിക്കാറില്ല. അതിൻ്റെ എക്സ്പാൻഷനാണ് അതിൽ വേണ്ടത്. എന്നാൽ ശ്രീ ജിൻഡോ ജോണിൻ്റെ പാസ്പോർട്ടിലെ പേര് ഇതേപോലെ ജോൺ റോമൻ കാത്തലിക് എന്നൊക്കെ തന്നെ അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് ശ്രീ ജിൻഡോ ജോൺ തന്നെ പരസ്യമായിട്ട് പറയേണ്ടതാണ്. അതിന് അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീ സതീശൻ തൻ്റെ അച്ഛൻ്റെ പേര് പറയുന്നത്, തൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് പറയുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് എങ്ങനെയാണ് എതിരാവുക എന്നതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേരാണ് പറഞ്ഞത്. പാസ്പോർട്ട് അടക്കമുള്ള ഔദ്യോഗിക രേഖകളിലുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമമാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റുകളിലും സർട്ടിഫിക്കറ്റുകളിലും ലീഗൽ ഡോക്യുമെൻറ്റുകളിലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാമോദര മേനോൻ എന്ന് തന്നെയാണ്. അതിനെ മുറിച്ച് ഫാഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൻ പ്രോഗ്രസീവാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ദാമോദരൻ എന്ന് പറയേണ്ടുന്ന ഒരാവശ്യവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണോ അത് അതേപോലെ പറയുക എന്നുള്ളതാണ് മകനായിട്ടുള്ള ശ്രീ സതീശൻ ചെയ്യേണ്ടത്. അദ്ദേഹം ചെയ്തതും അതുതന്നെയാണ്. ഇനി ശ്രീ വി ഡി സതീശൻ്റെ പേരിൽ മാത്രമേ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ മാത്രമേ ഇങ്ങനെ ജാതി പേര് ശ്രീ ജിൻഡോ ജോണും മറ്റുള്ള ആൾക്കാരും കണ്ടിട്ടുള്ളോ എന്ന് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ തന്നെ പല ദേശീയ നേതാക്കൾക്കും അവരുടെ പേരിനോടൊപ്പം അവരുടെ കാസ്റ്റ് നെയിം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മനീഷ് തിവാരി എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവുണ്ട്. തെലങ്കാനയിലെ മുഖ്യമന്ത്രിയുടെ പേര് രേവന്ത് റെഡ്ഡി എന്നാണ്. നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ കാസ്റ്റ് നെയിം തന്നെയാണ് ഏതാണ്ട് എല്ലാ നേതാക്കന്മാരും അവരുടെ പേരിനൊപ്പം ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ശ്രീ ജിൻഡോ ജോണിനെ പോലെ തന്നെ TV ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന രാജു പി നായർ. അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം തന്നെ നായർ എന്നുള്ള ഒരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പറയുമ്പോൾ വീണ്ടും ആവർത്തിക്കട്ടെ, നമ്മുടെ നാട്ടിലെ കുറേയധികം അംബേദ്കറൈറ്റുകളൊക്കെ തന്നെ എന്നോട് പറയാറുള്ളതാണ് എൻ്റെ പേരിനോടൊപ്പമുള്ളത് ജാതിവാലാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. എൻ്റെ പേരിനോടൊപ്പമുള്ള പണിക്കർ എന്ന പേര് നമ്മുടെ നാട്ടിലെ പല ജാതികൾക്കും ഈ പല മതവിഭാഗങ്ങൾക്കും പോലും ഉള്ള ഒരു സർനെയിമാണ് പണിക്കർ എന്നത്. തിരുവനന്തപുരം മാറിവാനിയോസ് കോളേജിൽ ദീർഘകാലം പ്രിൻസിപ്പലായിരുന്ന റവറൻഡ് ഫാദർ ഗീവർഗീസ് പണിക്കരുടെ പേരിൽ പണിക്കരുണ്ട് എന്ന് കരുതി അദ്ദേഹം നായർ വിഭാഗത്തിൽപ്പെടുന്നയാളല്ല. പോരാളിയായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അദ്ദേഹത്തിൻ്റെ പേരിൽ പണിക്കരുണ്ട് എന്ന് കരുതി അദ്ദേഹം നായർ വിഭാഗത്തിലുള്ള ആളായിരുന്നില്ല, ഈഴവ വിഭാഗത്തിലുള്ള ആളാണ്. തട്ടാവിള കുടുംബത്തിൽ നിരവധി ആൾക്കാർക്ക് അവരുടെ പേരിനോടൊപ്പം പണിക്കർ എന്നുള്ള പേരുണ്ട്. അവരെല്ലാവരും തന്നെ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, അല്ലാതെ നായർ വിഭാഗത്തിലുള്ള ആൾക്കാരല്ല. അങ്ങനെ നായർ വിഭാഗത്തിന് മാത്രമല്ല പല മത ജാതി വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്കുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫാമിലി നെയിമാണ് പണിക്കർ എന്നുള്ളത്. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ആരും എന്നെ ആക്രമിക്കാൻ വരണ്ട.
ഇനി അഥവാ എൻ്റെ പേരിനോടൊപ്പം എൻ്റെ കാസ്റ്റ് നായർ എന്നുള്ളതായിരുന്നു എൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് എങ്കിലും എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ കാസ്റ്റിൽ നമുക്ക് അഭിമാനമുണ്ടായിരിക്കുക, മറ്റാരെയും നമ്മൾ അതിൻ്റെ പേരിൽ ഇകഴ്ത്താതിരിക്കുക. നമ്മുടെ പേരിനോടൊപ്പം നമ്മുടെ കാസ്റ്റിനെയും വെക്കുന്നുണ്ട് എങ്കിൽ മറ്റാരും അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമായി മാറുന്നുമില്ല. ഇനി ഇതിനേക്കാൾ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ ജാതി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യം എന്നതിനോടൊപ്പം തന്നെ അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടിയാണ്. അത് അംഗീകരിക്കാതെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒളിച്ചുകളി നടത്തുന്നത് ഒട്ടും ഹിതകരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്കറിയാം, കോൺഗ്രസിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ സഖ്യരൂപീകരണത്തിൽ വരെ ജാതി മത സമവാക്യങ്ങൾ നോക്കിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവിടെ മന്ത്രി പദവികളിലേക്ക് ആരൊക്കെ വരണം, ഏതൊക്കെ സഭയുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ കൊണ്ടുവരണം, ഏതൊക്കെ മതജാതി വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താൻ ആരെയൊക്കെ എടുക്കണം, എത്ര ആൾക്കാരെ എടുക്കണം തുടങ്ങിയ പലതരത്തിലുള്ള കാസ്റ്റ് റിലേറ്റഡ്, റിലിജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാലൻസസ് നോക്കിയതിന് ശേഷമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് കോൺഗ്രസ് മാത്രമല്ല, ഏതാണ്ട് എല്ലാ പാർട്ടികളും ചെയ്യാറുണ്ട്. CPM പലപ്പോഴും അതിലൊരു എക്സെപ്ഷനായിട്ട് നിൽക്കാറുമുണ്ട്. പക്ഷേ ഒരു നേതാവ് തൻ്റെ പിതാവിൻ്റെ പേര് ഉച്ചരിച്ചപ്പോൾ മാത്രം ഇവർക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള ജാതി മതബോധവും ചിന്തയും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന സമയത്ത്, മന്ത്രി നിർണയം നടത്തുന്ന സമയത്തൊക്കെ ഈ ജിൻഡോ ജോണും മറ്റുള്ള ആൾക്കാരുമൊക്കെ എവിടെയായിരുന്നു? ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമുദായിക കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പരിഗണനാ വിഷയമാകേണ്ടതില്ല എന്ന് ഇവർ പുരപ്പുറത്ത് നിന്ന് വിളിച്ചു കൂവാഞ്ഞത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിൽ പല ആൾക്കാർക്കും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ നല്ല മറുപടി കിട്ടിയിട്ടുണ്ട്. ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ള ഒരു ടർബൻ എല്ലാ കാലവും ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആൾക്കാർ നേരിടുന്നുണ്ട്. അപ്പോൾ പേരിൽ മാത്രമല്ല, അല്ലെങ്കിൽ പിതാവിൻ്റെ പേരിൽ മാത്രമല്ല, സ്വന്തം അപ്പിയറൻസിൽ തന്നെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്ന പാർട്ടിയിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അവരെ ആരും തന്നെ അതിൻ്റെ പേരിൽ വിമർശിച്ചിരുന്നില്ല. കാരണം അത് അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് അവർ സ്വീകരിച്ചിരുന്നതാണ്. ശ്രീ VD സതീശനും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് പോലും അങ്ങനെ ഒരു സർനെയിം ഉപയോഗിക്കുന്നില്ല ജാതിയുമായി ബന്ധപ്പെട്ട്. മറിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൻ ഫാഷനബിളാണ്, താൻ പ്രോഗ്രസീവാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ദാമോദര മേനോനെ വെട്ടിമാറ്റി ദാമോദരൻ എന്ന് മാത്രം പറയാതിരുന്നത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൂടുതൽ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. പറവൂരിൽ നിന്ന് 6 തവണ അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോ, മികച്ച അഭിഭാഷകൻ എന്ന രീതിയിൽ അദ്ദേഹം പേരെടുത്തതോ, ഇത്തവണ UDFൻ്റെ വിജയത്തിന് നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് പ്രവർത്തിച്ചതോ, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പോരാടും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതോ, ഇവിടെയുള്ള ആൾക്കാരുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നതോ ഒന്നും അദ്ദേഹം എവിടെയും അദ്ദേഹത്തിൻ്റെ ജാതിപ്പേര് പറഞ്ഞിട്ടല്ല എന്ന് ഈ വിമർശിക്കുന്ന ആൾക്കാരെല്ലാം മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഭരണത്തിൻ്റെ മുഖമുദ്രയായി നന്മയും വികസനവും ലക്ഷ്യമിടാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് പിന്തുണയ്ക്കാം. ഇനി അഥവാ ഏതെങ്കിലും തരത്തിലുള്ള മതജാതി പ്രീണനമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നുള്ള വ്യതിചലിച്ചുള്ള പോക്കോ കാണുകയാണെങ്കിൽ മെറിറ്റോറിയസ് ആയിട്ട് അതിനെ നമുക്ക് വിമർശിക്കാം. അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിമിഷത്തിൽ സ്വന്തം പിതാവിൻ്റെ പേര് പൂർണ്ണമായി പറഞ്ഞു എന്നതിൻ്റെ അർത്ഥത്തിൽ അദ്ദേഹത്തെ കേവലം ഒരു ജാതിവാദിയായിട്ട് ചിത്രീകരിക്കുന്നത് ന്യായമല്ല എന്ന് ഈ വലിയ പുരോഗമന സിംഹങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ചില ആൾക്കാരൊക്കെ കടുവകളുമാണ്. സത്യത്തിൽ ഈ വിവാദം ഒരു ഡിസ്ട്രാക്ഷനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ തന്നെയാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്നുള്ള ഒരു അനാവശ്യ സന്ദേശം കോൺഗ്രസ് ഇതിനോടകം തന്നെ ആൾക്കാർക്ക് മുന്നിലേക്ക് വെച്ചു. യഥാർത്ഥ പ്രശ്നങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ട്, തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, ബ്രെയിൻ ഡ്രെയിനുമായി ബന്ധപ്പെട്ട്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇതിനെയെല്ലാം മാറ്റിവെച്ച് ഒരു പേരിനെ ചുറ്റിപ്പറ്റി അനാവശ്യമായിട്ടുള്ള വിവാദം സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് പോലും വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്. എല്ലാ ജനങ്ങൾക്കും നീതി ലഭ്യമാക്കുന്നതിന് ശ്രീ VD സതീശന് കഴിയുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിനോടൊപ്പം കാസ്റ്റ് നെയിം ഉണ്ടോ എന്നുള്ളതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ പ്രീണനം കാണിക്കുന്നുണ്ടോ, ആരെയെങ്കിലും അകറ്റി നിർത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കേണ്ടത്. അതുമാത്രമാണ് ജാതി വെച്ചോ മതം വെച്ചോ ഒരാൾ സുപ്രീമസി നടിക്കുന്നതിനോ മറ്റൊരാളിനെ ഇൻഫീരിയറായിട്ട് കരുതുന്നതിനോ ഉദാഹരണമായിട്ട് നമുക്ക് സൂചിപ്പിക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് ഈ വിവാദത്തിനപ്പുറം സഞ്ചരിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഒരു നേതാവിൻ്റെ ആധികാരികതയെ, സ്വന്തം വേരുകളോടുള്ള അഭിമാനത്തിനെ നമ്മൾ ആദരിക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിൻ്റെ പിതൃനാമം അദ്ദേഹം ഉച്ചരിക്കുന്നത് ജാതിവാദമല്ല, മറിച്ച് തികച്ചും മനുഷ്യത്വമാണ്. കേരളം ഒരു മതനിരപേക്ഷ സമൂഹമാണ് എന്ന് നമുക്കറിയാം. അത് നിലനിർത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ആൾക്കാർ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുത്തിത്തിരിച്ച് അത് അവരുടെ നേതാക്കന്മാർക്കെതിരെ തന്നെ ഒളിയമ്പുകളായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു തരത്തിലുമുള്ള ഐക്യമില്ല എന്നുള്ള ഒരു സന്ദേശം മാത്രമേ ആൾക്കാരുടെ മുന്നിലേക്ക് വരുന്നുള്ളൂ.
നിങ്ങളുടെ മുന്നണിയുടെ പേര് ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ് എന്ന് ശ്രീ ജിൻഡോ ജോണിനെയും ശ്രീ അനൂപിനെയും മറ്റുള്ള ഇതേപോലെയുള്ള ചിന്താഗതിയുള്ള നിരവധി ആൾക്കാരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയായി വന്ന വടശ്ശേരി ദാമോദര മേനോൻ സതീശന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് മികച്ച ഭരണം കാഴ്ചവെക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആ ഭരണത്തിനെ നല്ല രീതിയിൽ വിലയിരുത്താനും മെറിറ്റോറിയസ് ആയിട്ട് വിമർശിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.